കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ വരുന്നതെങ്കിൽ തീർത്ത് കളയും ഞാൻ എല്ലാത്തിനെയും. ബെല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നന്ദനം നമുക്കറിയില്ലേ. അവൻ ആരാടാ? വലിയ ഹരിചന്ദ്രനോ? സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞേക്കുന്നു. ദേവികയും നന്ദനും തമ്മിൽ അകറ്റാനുള്ള പ്ലാനുകളെല്ലാം വിജയിച്ചു വരികയായിരുന്നു ഞാൻ. എന്റെ ലക്ഷ്യത്തിലോട്ട് ഞാനിങ്ങനെ അടുക്കുകയായിരുന്നു. അതിനിടയ്ക്കാ ഞാൻ കെട്ടിപ്പൊക്കിയ കൊട്ടാരം അവൻ പൊളിച്ചു കളഞ്ഞത്. ബെല്ല, നീ ഒന്ന് സമാധാനിക്കേ. നന്ദൻ ഒരിക്കലും നമ്മളെ വിട്ട് പോയില്ല. പോയാൽ അവൻ തീർന്നു. അവനെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. എന്നിട്ട് അവസാനം എന്നെ തള്ളി അവൻ ദേവികയ്ക്കൊപ്പം തിരിച്ചു ചേർന്ന അവൻ പിന്നെ ഈ ഭൂമി കാണില്ല. എനിക്ക് കിട്ടാത്തത് അവക്കും കിട്ടണ്ട. ബെല്ല, ബെല്ല, അതൊക്കെ നിന്റെ പേടിയാ. അങ്ങനൊന്നും സംഭവിക്കില്ല. നന്ദൻ ഒരു കൊലപാതകി കൂടിയാണെന്ന് അറിഞ്ഞ ദേവിക പിന്നെ ഒരിക്കലും നന്ദനോടൊപ്പം ചേരില്ല. അല്ല, തിരിച്ച സംഭവിക്കാം. കൊലപാതകം നടത്തിയത് അറിയാതിരിക്കാന് നന്ദൻ അകൽച്ച കാണിച്ചെന്ന് അറിയുമ്പോ ദേവികയ്ക്ക് സ്നേഹവും സഹതാപവും ഒക്കെ തിരിച്ചു വരും. നന്ദൻ കാണിച്ചതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് അറിഞ്ഞ അവൾ അവന് മാപ്പ് കൊടുക്കും, ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാനും സാധ്യതയില്ലേ? അവനാണെങ്കിൽ ഇപ്പോഴും ദേവിക എന്ന് പറഞ്ഞ തേനൊലിക്കും. അവൾ അടുക്കുന്നു മനസ്സിലായ അവൻ നമ്മളെ ഇട്ടേച്ച് അവളുടെ അടുത്തേക്ക് ഓടും. ആന്റിയൊക്കെ അവനെ നമ്മളുമായിട്ട് അകറ്റാനാ നോക്കുന്നെന്നാ എന്റെ സംശയം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. ദേവികയും നന്ദനും വീണ്ടും അടുത്ത ഋഷിയെ കൊന്ന കുറ്റത്തിന് നന്ദൻ ജയിലിൽ പോവും. എങ്ങനെ? അവനെ, ആ ഋഷിയെ ഞാനങ്ങ് കൊല്ലും. നമ്മള് നന്ദനെ പറഞ്ഞു പറ്റിച്ച സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തി ഋഷിയുടെ ബോഡി കണ്ടെത്തും. നന്ദൻ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോവും. അവൻ ജീവപര്യന്തം അഴിയണട്ടെ, അല്ലെങ്കിൽ തൂക്ക് കയറിൽ തീരട്ടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ നോക്കിക്കോ, അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നേ. എടാ, കൂട്ടുപ്രതിയായി നീ വന്നാലും ഞാൻ രക്ഷിക്കും. നീ പേടിക്കണ്ട. എനിക്ക് കിട്ടാത്ത നന്ദനെ ആർക്കും വേണ്ട, പ്രത്യേകിച്ച് അവൾക്ക്. വിടില്ല, വിടില്ല ഞാൻ അവളെ.